Admission of a partner. Question number 69. Non-textual question. X and Y were in partnership, sharing profits and losses in the ratio 3:2 respectively. Old partners X ഉം Y ആണ്. Old ratio 3:2. Their balance sheet as on 31st March 2005 was as follows. അപ്പോൾ X and Y ലാസ്റ്റ് പ്രിപ്പയർ ചെയ്ത ബാലൻസ് ഷീറ്റ് എന്നാണ് 31st March 2005 ആണ്. ഈ ഡേറ്റിൽ അവരുടെ ബിസിനസ്സിലുണ്ടായിരുന്ന അസറ്റ്സും ലയബിലിറ്റീസാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇനി ആ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അവരെന്താണ് തീരുമാനിച്ചത്? പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആരാണ്? സെഡ് ആണ്. സെഡിന് കൊടുക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 6 ഷെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1/6. പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഇതിൻ്റെ താഴെ നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തയ്യാറാക്കേണ്ടത് എന്താണ്? പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം വന്ന ചേഞ്ചസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ജേണൽ എൻട്രി എഴുതണം. ഈ ചേഞ്ചസ് റെക്കോർഡ് ചെയ്തുകൊണ്ടുള്ള ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഈ ചേഞ്ചസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ന്യൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ ജേണൽ വരയ്ക്കാം. ലെഡ്ജർ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. അതിൻ്റെ താഴെ ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. ജേണൽ എൻട്രി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് മാത്രമേ ഉള്ളൂ, എഴുതി കാണിക്കുന്നില്ല. നിങ്ങളതിൻ്റെ ജേണൽ എൻട്രി എഴുതാം. അപ്പോൾ ഈ ജേണലും ലെഡ്ജർ അക്കൗണ്ട്സൊക്കെ വരച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്തായിരിക്കണം? ക്യാപിറ്റൽ അക്കൗണ്ടിലെയും ക്യാഷ് അക്കൗണ്ടിലെയും ഓപ്പണിംഗ് ബാലൻസ് ആദ്യം എഴുതിയിരിക്കണം. അതിനുശേഷം ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ബാലൻസ് ഷീറ്റിൽ അവരുടെ എന്തെങ്കിലും റിസർവ്സോ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സോ ലോസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിരിക്കണം. ഇവിടെ നമുക്ക് ബാലൻസ് ഷീറ്റിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ റിസർവ്സ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ലയബിലിറ്റി സൈഡിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. ലയബിലിറ്റി സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതിയെങ്കിൽ അതെന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും, ലോസ് ആയിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ആകുമ്പോഴാണ് ലയബിലിറ്റി സൈഡിൽ എഴുതുന്നത്. കാരണം അത് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ലയബിലിറ്റി സൈഡിൽ എഴുതുന്നത്. അസറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? എന്തിനായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്? ലോസിനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഏതാണ്? പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെയും ക്യാഷ് അക്കൗണ്ടിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ഈ 2 ലെഡ്ജർ അക്കൗണ്ട്സിൽ എഴുതണം. അതിനുശേഷം ഈ പ്രോഫിറ്റ് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? അഡ്മിഷന് മുമ്പുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ്, അത് ഓൾഡ് പാർട്ട്നേഴ്സിനാണ് അർഹതപ്പെട്ടിരിക്കുന്നത്. അഡ്മിഷന് ശേഷമുള്ള പ്രോഫിറ്റ് റിസർവ്സ് മാത്രമേ ആർക്ക് കൊടുക്കാവൂ? ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കാവൂ. പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്ത് പുതിയൊരു ബിസിനസ് ആയതുകൊണ്ട് നിലവിലുള്ള ഈ പ്രോഫിറ്റും റിസർവ്സും ഒക്കെ ക്ലോസ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഈ റിസർവ്സും നെറ്റ് പ്രോഫിറ്റ് എല്ലാം ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്തുകൊണ്ട് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി? നമുക്കറിയാം ഈ ലയബിലിറ്റി സൈഡിലായതുകൊണ്ട് ഇതിന് ഏത് ആസ്പെക്റ്റ് ആണ്? ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആണ്. അപ്പോൾ അതിനെ ക്ലോസ് ചെയ്യുമ്പോൾ ഏത് ആസ്പെക്ട് കൊടുക്കണം? ഡെബിറ്റ് ആസ്പെക്ട് കൊടുക്കണം. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ 4000നെ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം? 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി മനസ്സിലായല്ലോ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 അക്കൗണ്ടിലും ഓപ്പണിംഗ് ബാലൻസ് എഴുതാം. പ്രോഫിറ്റ് 2 പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതും അവരുടെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതി, ബാലൻസ് ബ്രോഡ് ഓൺ എക്സിൻ്റെയും വൈയുടെയും കോളത്തിൽ എഴുതി, പ്രോഫിറ്റ് 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് എഴുതി. 4000 ഇൻറ്റു 3/5 2400, 4000 ഇൻറ്റു 2/5 1600. അടുത്തത് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എഴുതാം. ബാലൻസ് ബ്രോഡ് ഓൺ 4000. ഇനി നമുക്ക് ബിസിനസ്സിൽ അഡ്മിഷനെ തുടർന്ന് വന്ന ചേഞ്ചസ് റെക്കോർഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഏതാണ്? സെഡ് ഈസ് ടു ബ്രിങ് ഇൻ ₹35,000 ആസ് ഹിസ് ക്യാപിറ്റൽ ആൻഡ് ₹10,000 ഫോർ ഗുഡ് വിൽ. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു സെഡ് ക്യാപിറ്റൽ. ഇവിടെ ജേണൽ എൻട്രി എഴുതാം. ഗുഡ് വിൽ കൊണ്ടുവരുമ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഗുഡ് വിൽ അക്കൗണ്ട് 10,000.
ഗുഡ് വിൽ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി? ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ദാറ്റ് ഈസ് ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റഡ് ടു എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടുത്തെ സാക്രിഫൈസ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇവിടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ പാർട്ട്ണറുടെ ഷെയർ തന്നിട്ടുണ്ട്, വേറെ ഒന്നും തന്നിട്ടില്ല. അത്തരം സിറ്റുവേഷനിൽ സാക്രിഫൈസിങ് റേഷ്യോയും ഓൾഡ് റേഷ്യോയും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ 3 ജേണൽ എൻട്രി ആണ് നമ്മൾ എഴുതേണ്ടത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെഡ് ക്യാപിറ്റൽ 35,000, ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഗുഡ് വിൽ അക്കൗണ്ട് 10,000, ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റഡ് ടു എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ 3 ജേണൽ എൻട്രിയും എഴുതാം. ഇനി നമുക്ക് ഈ 3 ജേണൽ എൻട്രിയും അതാത് ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ക്യാഷ് അക്കൗണ്ടിലേക്കും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും പോസ്റ്റ് ചെയ്യാം. ക്യാപിറ്റൽ കൊണ്ടുവന്നപ്പോൾ ജേണൽ എൻട്രി നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തു. ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് സെഡിൻ്റെ കോളത്തിൽ 35,000. ഇനി ഗുഡ് വിൽ കൊണ്ടുവരുന്ന ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഗുഡ് വിൽ. ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ സെഡ് ക്യാപിറ്റൽ 35,000. ഇനി അടുത്ത് എന്താണ്? ഗുഡ് വിൽ കൊണ്ടുവരുന്നുള്ള ജേണൽ എൻട്രി ഇവിടെ പോസ്റ്റ് ചെയ്യണം. ഗുഡ് വിൽ കൊണ്ടുവരുമ്പോൾ എന്താ ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഗുഡ് വിൽ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഗുഡ് വിൽ 12,000. ഇനി ഗുഡ് വിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനുള്ള ജേണൽ എൻട്രി ആണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അവിടെ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി വരാം? ഗുഡ് വിൽ അക്കൗണ്ട് ഡെറ്റഡ് ടു എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഗുഡ് വിൽ 6,000 4,000. അപ്പോൾ ഇവിടെ ഈ 3 ജേണൽ എൻട്രിയും എഴുതി, അല്ലെങ്കിൽ 3 ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, സ്റ്റോക്ക് ടു ബി റെഡ്യൂസ്ഡ് ബൈ 10%, ഫർണിച്ചർ ബൈ 20%. അതായത് സ്റ്റോക്ക് 10% കുറഞ്ഞു, ഫർണിച്ചറും 20% കുറഞ്ഞു. അസറ്റ്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്തു. ഡിക്രീസ് ചെയ്യുമ്പോൾ ബിസിനസ്സിന് ലോസ് ആണ്. ലോസ് വരുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി എന്താ വരിക? റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു സ്റ്റോക്ക് അക്കൗണ്ട് ടു ഫർണിച്ചർ അക്കൗണ്ട്. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഇനി പുതിയ ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ ഈ അസറ്റ്സിൻ്റെ വാല്യൂ ഏത് വാല്യൂ ആയിരിക്കണം? കുറഞ്ഞതിന് ശേഷമുള്ള വാല്യൂ ആയിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് 10% ആണ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 18,000 ഇൻറ്റു 10/100. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ എത്ര എഴുതണം? 1,800. ഫർണിച്ചർ 20% ആണ് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4,400 ഇൻറ്റു 20/100 880. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി എഴുതിയതിനു ശേഷം റിവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ലോസ് ആണ്, ഡെബിറ്റ് ചെയ്യാം. റിവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ സ്റ്റോക്ക് ഫർണിച്ചർ 1,800 880. ഇനി നമുക്കത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് എഴുതണമെന്ന് നോക്കാം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ സ്റ്റോക്ക് 18,000 മൈനസ് 1,800 16,200, ഫർണിച്ചർ 4,400 മൈനസ് 880 3,520. നെക്സ്റ്റ് വൺ, sundry debtors be provided rupees 425 for doubtful debts. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രൊവിഷൻ എന്ത് ചെയ്യണം? ഡെറ്റേഴ്സിൽ നിന്ന് ലെസ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഡെറ്റേഴ്സിൻ്റെ വാല്യൂ കുറഞ്ഞു, ഡിക്രീസ് ഇൻ അസറ്റ്സ് ആണ്. റിവാലുവേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി എന്ത് വരും? റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു ഡെറ്റേഴ്സ് അക്കൗണ്ട്. റിവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ബിൽഡിംഗ് ടു ബി വാല്യൂഡ് അറ്റ് റുപ്പീസ് 42,000. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, വാല്യൂഡ് അറ്റ് റുപ്പീസ് 42,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ബിൽഡിങ് റീവാല്യൂ ചെയ്തപ്പോൾ അതിൻ്റെ വാല്യൂ 42,000 ആണ്. ഇൻക്രീസ് ചെയ്തെന്നോ ഡിക്രീസ് ചെയ്തെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്, വാല്യൂ 42,000 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുക. എത്രയാണ്? 40,000 ആണ്. ന്യൂ വാല്യൂ 42,000 ആണ്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. എത്രയാണ്? 2,000. അപ്പോൾ ഇവിടെ ഇൻക്രീസ് ഇൻ ബിൽഡിംഗ് ആണ്, പ്രോഫിറ്റ് ആണ്. റിവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ജേണൽ എൻട്രി ബിൽഡിംഗ് അക്കൗണ്ട് ഡെറ്റർ ടു റിവാലുവേഷൻ അക്കൗണ്ട്. റിവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക ബിൽഡിംഗ് 2,000. ഇനി ഇത് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ എഴുതണേന്ന് നോക്കാം. ബിൽഡിംഗ് റീവാല്യൂ ചെയ്തപ്പോൾ 42,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പുതിയ വാല്യൂ ആണല്ലോ. അപ്പോൾ ആ എമൗണ്ട് തന്നെയായിരിക്കണം ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത്. ബിൽഡിംഗ് 42,000.
ഇവിടെ അഡ്മിഷനെ തുടർന്നുള്ള എല്ലാ ചേഞ്ചസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ചേഞ്ചസ് എന്തൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ലെഡ്ജർ അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യാം. ആദ്യം റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഇവിടെ റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ വരുന്നെങ്കിൽ ലോസ് ആയിരിക്കും. ലോസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ലോസ് ഓൺ റീവാലുവേഷൻ എക്സ് 663, y 442, 3:2 എന്നുള്ള റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ലോസ് ആവുമ്പോൾ എന്തായിരിക്കും ജേണൽ എൻട്രി വരിക? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ജേണൽ എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, അതായത് എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇതെവിടെ പോസ്റ്റ് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ലോസ് ഓൺ റീവാലുവേഷൻ 663, 442. നമുക്കിവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എത്രയാണ് ബാലൻസ് കിട്ടുന്നത്? 39,737, 37,158, 35,000. ഇനി അടുത്തത് ഏത് അക്കൗണ്ടാണ് ബാലൻസ് ചെയ്യാനുള്ളത്? ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? ബാലൻസ് ക്യാരി ഡൗൺ 45,710. ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലെയും ക്യാഷ് അക്കൗണ്ടിലെയും ബാലൻസ് ഷീറ്റിൽ എഴുതാം. ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ XYZ, അസറ്റ് സൈഡിൽ ക്യാഷ് 45,710. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും അസറ്റ്സ് ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്യാതെ, അതായത് വാല്യൂസിൽ ചേഞ്ച് ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും അസറ്റ്സ് ലയബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സിലൂടെ ചേഞ്ച് ഉള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ വാല്യൂ തന്നെ ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മളിവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞതാണ്. അസറ്റ് സൈഡിൽ ഏതൊക്കെയാണ് വരുന്നത്? ക്യാഷ് ഇൻ ഹാൻഡ്, അത് നമ്മൾ അതിൻ്റെ ബാലൻസ് എഴുതി, ഡെറ്റേഴ്സ് എഴുതി, സ്റ്റോക്ക്, ഫർണിച്ചർ, ബിൽഡിംഗ് എല്ലാ അസറ്റ്സും റീവാല്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാനുള്ളത് ഏതാണ്? ക്രെഡിറ്റേഴ്സ് മാത്രമാണ് ബാലൻസ് ഷീറ്റിൽ എഴുതാത്തതുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതേണ്ട കാര്യമില്ല, കാരണം അത് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് 12,534. ഇവിടെ എല്ലാം എഴുതി കഴിഞ്ഞു. പിന്നെ ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യാം. എത്രയാണ് ടോട്ടൽ? 1,24,430. നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 70. The following was the balance sheet of Nair and Menon as on 31st March 2004. ഇപ്പം നായറും മേനോനും ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്. അവരുടെ അസറ്റ്സും ലയബിലിറ്റീസ് ആണ് തന്നിരിക്കുന്നത്. നായർ ആൻഡ് മേനൻ were sharing profits and losses in the ratio 3/5 and 2/5. ഇതെന്താണ്? ഓൾഡ് റേഷ്യോ ആണ്, 3:2. ദേ അഡ്മിറ്റഡ് കുറുപ്പ് ഇൻ ടു ബിസിനസ് ഫോർ 1/4 ഷെയർ. അവർ പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു. പുതിയ പാർട്ട്ണർ ആരാണ്? കുറുപ്പാണ്. അയാളുടെ ഷെയർ എത്രയാണ്? 1/4 ആണ്. ദ ഫോളോയിങ് വർ എഗ്രീഡ്. അപ്പോൾ പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചേഞ്ചസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇനി നമ്മളോട് ഇവിടെ എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പ്രിപ്പയർ ലെഡ്ജർ അക്കൗണ്ട്സ് ആൻഡ് ന്യൂ ബാലൻസ് ഷീറ്റ്. അപ്പോൾ നമ്മളിവിടെ ജേണൽ എൻട്രി എഴുതേണ്ട കാര്യമില്ല. എന്നിരുന്നാലും ജേണൽ എൻട്രി അറിഞ്ഞാലേ ഈ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ലെഡ്ജർ അക്കൗണ്ട്സ് വരയ്ക്കാം. റീവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇവിടെ ക്യാഷ് അറ്റ് ബാങ്ക് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് എഴുതാം. അതിനുശേഷം ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോഴും ഗുഡ് വിൽ കൊണ്ടുവരുമ്പോഴെല്ലാം ജേണൽ എൻട്രി എഴുതുമ്പോൾ ക്യാഷിൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കണം എഴുതേണ്ടത്? ബാങ്ക് എന്നായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? ലെഡ്ജർ അക്കൗണ്ട്സ് ഒക്കെ വരച്ച് കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടിലെയും ക്യാപിറ്റൽ അക്കൗണ്ടിലെയും ഓപ്പണിംഗ് ബാലൻസ് എഴുതാം. അതിനുശേഷം അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, റിസർവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ ട്രാൻസ്ഫർ ചെയ്ത് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ റിസർവ് ഫണ്ടാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അസറ്റ് സൈഡിൽ വേറെ ലോസ് ഒന്നും വരുന്നില്ല. അപ്പോൾ റിസർവ് ഫണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എൻട്രി? റിസർവ് ഫണ്ട് അക്കൗണ്ട് അറ്റ് ടു നായർസ് ക്യാപിറ്റൽ അക്കൗണ്ട്, മേനോൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് 3:2 എന്നുള്ള റേഷ്യോയിലായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നായർ 8,000 ഇൻറ്റു 3/5, മേനോൻ 8,000 ഇൻറ്റു 2/5. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസും റിസർവ് ഫണ്ടും ഈ ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് എൻ്റർ ചെയ്യാം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബാലൻസ് ബ്രോഡ് വൺ 25,000, 20,000, റിസർവ് 4,800, 3,200. ഇനി അടുത്തത് ക്യാഷ് അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ്. ക്യാഷ് അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് വൺ 4,000. ഇനി അടുത്ത എന്താണ്? ഈ അഡ്മിഷനെ തുടർന്നുള്ള ചേഞ്ചസ് റെക്കോർഡ് ചെയ്യാം.
First one, the stock was to be depreciated by 10% and provision for doubtful debts was to be increased by 2000. അപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഡിപ്രീസിയേഷൻ ആണ് വന്നിരിക്കുന്നത്, 10% ആണ്. അപ്പോൾ ഇവിടെ അസറ്റ്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ്. നെക്സ്റ്റ് വൺ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് വാസ് ടു ബി ഇൻക്രീസ്ഡ് ബൈ 2000. ഈ പോയിന്റ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രൊവിഷൻ 2000 ഇൻക്രീസ് ചെയ്യുകയാണ്. ഓൾറെഡി പ്രൊവിഷൻ ഇവിടെ മൈനസ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 1000. 41,000 മൈനസ് 1000. റീവാല്യൂ ചെയ്തപ്പോൾ എന്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത്? പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് വാസ് ടു ബി ക്രിയേറ്റ് ഇൻക്രീസ്ഡ് ബൈ 2000. റിവാല്യൂ ചെയ്തപ്പോൾ പറയുന്നത് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 2000 രൂപ ഇൻക്രീസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ 41,000 നിന്നും 1000 മൈനസ് ചെയ്യണതിന് പകരം എത്രയായിരിക്കണം മൈനസ് ചെയ്യേണ്ടത്? 3000 ആയിരിക്കണം. എങ്ങനെയാ 3000 കിട്ടിയത്? 1000 പ്ലസ് 2000. അപ്പോൾ ഇവിടെ പ്രൊവിഷൻ ഇൻക്രീസ് ചെയ്തപ്പോൾ ഡെറ്റേഴ്സിന്റെ വാല്യൂ എന്താ സംഭവിച്ചത്? കുറയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ 40,000 എന്നുള്ളത് എത്രയായിട്ട് മാറും? 38,000 ആയിട്ട് മാറും. 41,000 മൈനസ് 3,000, 38,000. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ പ്രൊവിഷൻ ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഡെറ്റേഴ്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പ്രൊവിഷന്റെ വാല്യൂ 2000 ഇൻക്രീസ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രൊവിഷൻ ഇൻക്രീസ് ചെയ്തപ്പോൾ അസറ്റ്സിന്റെ വാല്യൂ കുറഞ്ഞു. എത്രയാണ് കുറഞ്ഞത്? 2000. അപ്പോൾ ഇവിടെ ഈ രണ്ട് അസറ്റ്സും കുറഞ്ഞതിനുള്ള ജേണൽ എൻട്രി എന്താണ്? റീവാലുവേഷൻ അക്കൗണ്ട് ടു സ്റ്റോക്ക് അക്കൗണ്ട് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. സ്റ്റോക്ക് എത്രയാണ്? 10%, 56,000 ഇൻറ്റു 10/100, 5,600. പ്രൊവിഷൻ എത്രയാണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതേണ്ടത്? 2000. അപ്പോൾ നമുക്കിവിടെ ലോസ് ആണ് റീവാലുവേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. റീവാലുവേഷൻ അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ സ്റ്റോക്ക് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇനി ഇതെന്ത് ചെയ്യണം? ന്യൂ ബാലൻസ് ഷീറ്റിൽ ഈ എമൗണ്ട് ലെസ് ചെയ്തിട്ടുള്ളതായിരിക്കണം എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ സ്റ്റോക്ക് 56,000 മൈനസ് 5,600, 50,400. ഡെറ്റേഴ്സ് 41,000 മൈനസ് 3,000, 38,000. അപ്പോൾ ഡെറ്റേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഔട്ടർ കോളത്തിൽ തന്നിരിക്കുന്ന 40,000 മൈനസ് 2,000 എന്നല്ല എഴുതേണ്ടത്, പ്രൊവിഷനിലാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നർ കോളത്തിൽ എഴുതേണ്ട എമൗണ്ട് ഓൾഡ് ബാലൻസ് ഷീറ്റിൽ തന്നത് തന്നെയായിരിക്കണം. 41,000 മൈനസ് 3,000, 38,000. Next one, the firm had unrecorded investment for rupees 8,000 and had to be brought into record. ഇതിൽ ഫേമിൽ റെക്കോർഡ് ചെയ്യാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിച്ചു. റെക്കോർഡ് ചെയ്യാത്തതെന്ന് പറയാൻ കാരണം ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ബിസിനസ്സിൽ ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അത് റെക്കോർഡ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ചെയ്യുമ്പോൾ അസറ്റ്സ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആണ് വരുന്നത്. റീവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ടു റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ഏത് സൈഡിലാണ് എഴുതേണ്ടത്? ക്രെഡിറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെന്റ് 8,000. ഇനി ബാലൻസ് ഷീറ്റിൽ എങ്ങനെ എഴുതണേ നോക്കാം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെന്റ് 8,000. നെക്സ്റ്റ് വൺ, കുറുപ്പ് ഹാഡ് ടു ബ്രിങ് ഇൻ rupees 35,000 ഫോർ ക്യാപിറ്റൽ, 12,000 ആസ് പ്രീമിയം ഫോർ ഗുഡ് വിൽ. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എന്ത് ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ടു കുറുപ്പ് ക്യാപിറ്റൽ അക്കൗണ്ട് 35,000. ഗുഡ് വിൽ കൊണ്ടുവരുമ്പോൾ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ടു ഗുഡ് വിൽ അക്കൗണ്ട് 12,000. ഇനി ഗുഡ് വിൽ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യണം. ഗുഡ് വിൽ അക്കൗണ്ട് ടു നായർസ് ക്യാപിറ്റൽ അക്കൗണ്ട്, മേനോൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏത് റേഷ്യോയിലാണ്? 3:2 എന്നുള്ള റേഷ്യോയിലായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്. കാരണം അതെന്താണ്? സാക്രിഫൈസിങ് റേഷ്യോ ആണ്. ഇവിടെ സാക്രിഫൈസ് റേഷ്യോ 3:2 ആവാൻ എന്താ കാരണം? ഇവിടെ വേറെ ഒരു ഇൻഫോർമേഷൻ തന്നിട്ടില്ല. ഓൾഡ് റേഷ്യോയും ന്യൂ പാർട്ട്ന്റെ ഷെയർ മാത്രമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓൾഡ് റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോയും സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ 3:2 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ 3 ജേണൽ എൻട്രിയും നമുക്കിവിടെ അതാത് ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ്, കുറുപ്പിൻ്റെ കോളത്തിൽ 35,000. ഇവിടെ ഞാൻ XYZ എന്നുള്ളത് തെറ്റി കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ, നിങ്ങൾ അതിൻ്റെ പേര് മാറ്റി എഴുതാം. ഗുഡ് വിൽ സാക്രിഫൈസ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തപ്പോൾ എത്രയാണ് വരുന്നത്? 7,200, 4,800. ഇനി ഗുഡ് വിൽ കൊണ്ടുവന്നതിനുള്ള ജേണൽ എൻട്രി എവിടെ എഴുതണം? ക്യാഷ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിൽ ക്യാപിറ്റലും ഗുഡ് വില്ലും എൻ്റർ ചെയ്യാം. കുറുപ്പ് ക്യാപിറ്റൽ അക്കൗണ്ട് 35,000, ഗുഡ് വിൽ 12,000. നെക്സ്റ്റ് വൺ ഏതാണ്? ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഹാഡ് ടു വിഡ്രൂ ദ ഫുൾ എമൗണ്ട് ബ്രോട്ട് ഇൻ ഫോർ ഗുഡ് വിൽ ഇമീഡിയറ്റ്ലി ഇൻ ക്യാഷ്
അതായത് പാർട്ട്നേഴ്സിന് ഗുഡ് വിൽ ഡിവൈഡ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഫുൾ എമൗണ്ടും വിഡ്രോ ചെയ്തു. വിഡ്രോ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എൻട്രി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ പോസ്റ്റ് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിലും ക്യാഷ് അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലായിരിക്കണം എൻ്റർ ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഗുഡ് വിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതിയത്, വിഡ്രോ ചെയ്തപ്പോൾ ഡെബിറ്റ് സൈഡിലാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതെവിടെയും കൂടി എൻ്റർ ചെയ്യണം, ക്യാഷ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 7,200, 4,800, 12,000. അപ്പോൾ ഇവിടെ അഡ്മിഷന് തുടർന്നുള്ള എല്ലാ ചേഞ്ചസും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സും ബാലൻസ് ചെയ്യാം, ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്യാം. റിവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആണ് വരുന്നത്. പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ നായർ മേനോൻ 240, 160. പിന്നെ ഇത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ഓൺ റിവാലുവേഷൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എൻട്രി വരാം, റീവാലുവേഷൻ അക്കൗണ്ട് ലെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ റീവാലുവേഷൻ 240, 160. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്, 30,040, 23,360, 35,000. ഇനി അടുത്ത ഏതാണ്, ക്യാഷ് അക്കൗണ്ടാണ് ബാലൻസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ക്യാഷ് അക്കൗണ്ടിൽ തെറ്റി കൊടുത്തേക്കുന്നതാണ് ബാങ്ക് അക്കൗണ്ട് എന്നാണ് വരേണ്ടത്. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ 39,000. അപ്പോൾ ഇവിടെ ക്യാഷ് അക്കൗണ്ടിലെയും ബാങ്ക് അക്കൗണ്ടിലെയും ക്യാപിറ്റൽ അക്കൗണ്ടിലെയും ബാലൻസ് ഷീറ്റിൽ എഴുതാം. ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ 3 പേര് എഴുതി, ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ ബാങ്കിന്റെ ബാലൻസ് എഴുതി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ്, ഏതെങ്കിലും അസറ്റ്സും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യാതെ വാല്യൂല് ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ അത് അതേപോലെ റെക്കോർഡ് ചെയ്തിരിക്കണം. ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇവിടെ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ് വന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ക്രെഡിറ്റേഴ്സ് 47,000 അതങ്ങനെ തന്നെ ലയബിലിറ്റി സൈഡിൽ എഴുതാം. റിസർവ് ഫണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതാണ്. ക്യാപിറ്റലിൻ്റെ പുതിയ ബാലൻസ് കണ്ടുപിടിച്ചു, ക്യാഷ് അറ്റ് ബാങ്കിൻ്റെ പുതിയ ബാലൻസ് കണ്ടുപിടിച്ചു, ഡെറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തു, സ്റ്റോക്ക് കണ്ടുപിടിച്ചു. പിന്നെ എഴുതാനുള്ളത് ഏത് മാത്രമാണ്, ക്രെഡിറ്റേഴ്സ് മാത്രമാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം, ക്രെഡിറ്റേഴ്സ് 47,000. അപ്പോൾ ഇവിടെ എല്ലാ അക്കൗണ്ടും എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ബാലൻസ് ഷീറ്റിൽ എല്ലാ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും പുതിയ വാല്യൂ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ടോട്ടൽ ചെയ്യുമ്പോൾ വരുന്നത് 1,35,400.